എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഫേഷ്യലാണ് കൂടുതൽ ഇഷ്ടമെന്ന് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ എൻ്റെ ചോദിക്കാറുണ്ട്, പുതിയ ഫേഷ്യൽ ഒന്നും ഇടുന്നില്ലേ, പുതിയ ഫേഷ്യൽ ഒന്നും ഇടുന്നില്ലേ എന്ന്. എപ്പോഴും ഫേഷ്യൽ മാത്രം നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇന്ന് എന്തായാലും എല്ലാവരും പറഞ്ഞുകൊണ്ട് പുതിയൊരു ഫേഷ്യലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു കിഡിലൻ സൂപ്പർ ഫേഷ്യലാണ്. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും ഇടുന്നത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളാണ്. പൈസ കൊടുത്ത് പുറത്തു നിന്ന് അധികം വാങ്ങിക്കേണ്ട സാധനങ്ങളൊന്നും ഞാൻ പറയാറില്ല. എല്ലാം നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. പക്ഷെ കൂടുതൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും, നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്നത്. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തക്കാളിയാണ് താരം. കാരണം ഞാൻ മുറിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അറിയാലോ, തക്കാളി ഈ തക്കാളി ഇല്ലാത്ത അടുക്കളയൊന്നും കാണത്തേ ഇല്ല. എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ തക്കാളി കൊണ്ട് നമ്മുടെ സ്കിന്നിനെ എങ്ങനെ നല്ല ഗ്ലോ ആക്കാം, നല്ല ടാനൊക്കെ മാറ്റി നല്ല സുന്ദരമാക്കാം, ചുളിവുകൾ മാറ്റാം, കൊളാജൻ വർദ്ധിപ്പിക്കാം എന്നൊക്കെ ഒന്നിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഉള്ള ഫേഷ്യല്. അപ്പൊ തക്കാളിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ടാൻ മാറാൻ വളരെ നല്ലതാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ പുറത്തൊക്കെ പോവാം, വെയിലത്തൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വെയിലെല്ലാം കണ്ട് നല്ല കരിവാളിപ്പായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ തക്കാളി ഒരു കഷ്ണം മുറിച്ച് ഫേസിൽ തേക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ ചെറിയ കാലം മുതൽ എനിക്ക് തക്കാളി ഇഷ്ടമല്ല കഴിക്കുന്നത്, ഉള്ള കാര്യം പറയാമല്ലോ. എനിക്ക് തക്കാളി കഴിക്കുന്ന ഇഷ്ടമേ അല്ല. പക്ഷെ അന്ന് ഞാൻ തക്കാളിയുടെ ഒരു കഷ്ണം കണ്ടു കഴിഞ്ഞാൽ അമ്മയൊക്കെ തക്കാളി അരിയുന്ന സമയത്ത് ഞാൻ ഒരു കഷ്ണം എടുത്തു വെച്ച് എന്റെ ഫേസിൽ തേക്കും. അതെനിക്ക് നിർബന്ധമായ കാര്യമാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ തക്കാളി അരിയുമ്പോൾ ഞാൻ തേക്കാറുണ്ട്. പക്ഷെ കഴിക്കുന്നതിനോട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ തക്കാളി ഫേസിന് വളരെ നല്ലതാണ്, 100% ഉറപ്പായ കാര്യമാണ്. നമ്മുടെ ടാൻ മാറാനായിട്ട് കൊളാജൻ വർദ്ധിപ്പിക്കും, സ്കിൻ ടൈറ്റ് ആകും, ചുളിവുകൾ മാറ്റും. നമുക്ക് നിസ്സാരമായ നമ്മുടെ തക്കാളി കൊണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം സ്ക്രബാണ് ചെയ്യുന്നത്, പിന്നെ അതിന്റെ ക്രീം, മസാജ്, പിന്നെ പാക്ക്. ഇത് നിങ്ങൾക്ക് 3 ഒരുമിച്ച് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഒരെണ്ണം ചെയ്താൽ സ്ക്രബ് മാത്രം ചെയ്താൽ മതി, അങ്ങനെ ചെയ്യാം. പക്ഷെ 3 കൂടെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എഫക്റ്റ് ഒരു ഫേഷ്യൽ ചെയ്യുന്ന എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഉടൻ തന്നെ നമുക്ക് ചെയ്യാം. തലേ ദിവസം തന്നെ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് നല്ല ഗ്ലോ ആയിരിക്കും. അല്ലെങ്കിൽ സഡൻലി ഉടൻ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോ കിട്ടുന്നതാണ് തക്കാളി. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എല്ലാവരും ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ധാരാളം ആൾക്കാർ, എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ ലൈക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിയുമ്പോഴേ എന്തെങ്കിലും നമുക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യണം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം സ്ക്രബാണ് ചെയ്തത്. അതിന് ഞാൻ തക്കാളിയൊക്കെ മുറിച്ച് വെച്ചേക്കുക, പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അതിന് നമ്മൾ വയ്ക്കുന്നത് തക്കാളിയിൽ കുറച്ച് പഞ്ചസാര ഇടുന്നതാണ്. തക്കാളിയിൽ പഞ്ചസാര കാണാമല്ലോ, പഞ്ചസാര ഇത് മാത്രം ഇട്ട് നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതിനോടൊപ്പം കുറച്ച് കോഫി പൗഡർ ചെയ്യുന്നു. കോഫി പൗഡർ നമ്മുടെ ടാൻ മാറാനും കലകൾ, നമ്മുടെ അടയാളങ്ങൾ മാറാനും പിഗ്മെന്റേഷൻ മാറാനും വളരെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കോഫി പൗഡറും കൂടെ ഇടുന്നുണ്ട്. നല്ലോണം പൊട്ടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് നമുക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. പാക്കറ്റ് ആയതുകൊണ്ട് വളരെ എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്താലും ക്ലീൻ ചെയ്ത ഫേസിൽ വേണം ചെയ്യാൻ. ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ തന്നെ നല്ല സുഖവും നല്ല മണമുണ്ട്. കോഫി പൗഡറിന്റെ ഒക്കെ നല്ല മണം. ആദ്യം ഫേസ് ക്ലീൻ ചെയ്യണം. ഫേസ് വാഷോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് അപ്ലൈ. ഇത് തന്നെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ്. ഞാൻ ഫേസിൽ തന്നെ ചെയ്ത് കാണിക്കുകയാണ്. അത് നമുക്ക് വേണമെങ്കിൽ കയ്യിലൊക്കെ വെച്ച് കാണിക്കാം, പക്ഷെ ഫേസിൽ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒട്ടും മാറ്റിയില്ല, നന്നായിട്ട് ചെയ്യും. ഇത് മാത്രം നമ്മൾക്ക് ഒരു 5 മിനിറ്റോളം ചെയ്യുന്നത് തന്നെ വളരെ നല്ലത്. ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക്. എന്റെ വായിലോട്ടൊക്കെ നല്ല മധുരം. തക്കാളി ജ്യൂസും കോഫി പൗഡറും എല്ലാം കൂടെ കോഫിയുടെ ഒരു ടേസ്റ്റ്, പഞ്ചസാരയും കൂടെ അല്ലേ, അപ്പൊ നല്ല ടേസ്റ്റ്. കയ്യിലൊക്കെ വീഴുന്നുണ്ട്.
ഇതിപ്പോ നമുക്ക് ജ്യൂസ് അങ്ങ് അല്ല ഡ്രൈ ആവണേ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞു കൊടുത്താൽ മതി, വീണ്ടും ജ്യൂസ് കിട്ടും. ഇത് മാത്രമാണ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് സമയം നന്നായിട്ട് ഇത് മാത്രം ചെയ്യാം. സ്ക്രബ് ഇത് ഡെയിലി നമുക്ക് ചെയ്യാവുന്നതാണ്. ഡെയിലി ഇതുപോലെ കിച്ചണിലൊക്കെ നിന്ന് അടുക്കളയിൽ നമ്മുടെ ഇതൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളത്. നന്നായിട്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടും. നന്നായിട്ട് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ചെയ്യണം. ഈ ജ്യൂസ് മുഴുവൻ നമ്മുടെ സ്കിന്നിലാവണം. ഞാൻ അത്രയും സമയം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വീഡിയോ എപ്പോഴെങ്കിലും തീരത്തില്ല. വേണമെങ്കിൽ എന്റെ പുറത്ത് കൊണ്ട് കൈവച്ചും ചെയ്യാം. പക്ഷെ ഇത് സ്ക്രബ് ചെയ്യുമ്പോൾ ഇത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സമയം എടുത്ത് നന്നായിട്ട് ചെയ്യണം. ഞാനിപ്പോ ഇത്രയും സമയം ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ മണിക്കൂറോളം കൂടിപ്പോവും. അപ്പൊ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ക്ലീൻ ചെയ്യണം. ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ചേഞ്ച് ഫീൽ ചെയ്യും. നിങ്ങൾ തന്നെ നോക്ക്, നല്ല ചേഞ്ച് ഇല്ലേ? അപ്പൊ ഇത് ഞാൻ കുറച്ച് സമയം ചെയ്തോളൂ. എന്റെ വായിലെല്ലാം ഇപ്പൊ തക്കാളി ജ്യൂസും പഞ്ചസാരയൊക്കെ ചേർന്ന് നല്ല മധുരമായിട്ടിരിക്കുക. ഇതാ പെട്ടെന്ന് അങ്ങ് എടുത്തതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, എപ്പോഴായാലും ഫേസ് ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ ചെയ്യണം. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്ത് ഇത് മാത്രം ചെയ്താൽ തന്നെ നല്ല ചേഞ്ചാണ്. ഇപ്പൊ ഇത് മാത്രം നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. അതിന്റെ കൂടെ മസാജും കൂടെ ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പൊ ഇനി നമുക്ക് ക്രീം ഉണ്ടാക്കാം. ഞാന് സമയം ലാഭിക്കാൻ വേണ്ടി തക്കാളിയൊക്കെ ജ്യൂസ് ആക്കി വെച്ചേക്കുകയാണ്. ആണ്ടെ ഒരു തക്കാളി എടുത്ത് മിക്സിയിൽ അടിച്ചതാണ്, അതിന്റെ ജ്യൂസാണ്. കാണാമല്ലോ എല്ലാവർക്കും. നമ്മൾ കൈ കൊണ്ടൊക്കെ ഉടച്ചെടുത്താൽ അത് കഷ്ണം കഷ്ണം പോലെ ഇരിക്കും, അതുകൊണ്ട് ജ്യൂസ് ആക്കി വെച്ചേക്കാണ്. അപ്പൊ ഇതിന്റെ ക്രീമിന്റെ താരവും തക്കാളി ജ്യൂസ് തന്നെ. തക്കാളി ജ്യൂസ് കുറച്ചെടുക്കുക. ഇനി അടുത്തത് നമ്മുടെ തൈരാണ്. തൈര് തക്കാളി മാത്രവും മസാജ് ചെയ്യാം, അതാണല്ലോ നമ്മളിപ്പോ ചെയ്തത്. കുറച്ച് തൈരും കൂടെ എടുത്തിട്ട്, വേറെ ഒന്നും നമുക്കിത് ചേർക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടും മാത്രം തന്നെ മതി. ഇത് മാത്രം മിക്സ് ചെയ്യുക, കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്ലേ, നമ്മൾ എത്ര സ്പൂൺ കൊണ്ട് ചെയ്താലും കൈ കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു മസാജ് നമ്മുടെ ഫേസിന് കൊടുക്കണം. മസാജിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷെ തൈര് നല്ല ഉടഞ്ഞില്ല കേട്ടോ. ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യുക. നന്നായിട്ടൊരു മസാജ് ചെയ്യുക. ഒരു ടവൽ ഇവിടെ വെച്ചത് നന്നായിട്ട് മസാജ് ചെയ്യും. മസാജൊക്കെ ചെയ്യാൻ നിങ്ങളിപ്പോ പഠിച്ചു കാണുമെന്ന് എനിക്കറിയാം. എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ മസാജിങ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കി നല്ലോണം ചെയ്യണം. ഞാനിപ്പോ ഒരുപാട് സമയമൊന്നും മസാജ് ചെയ്യുന്നില്ല, എന്നാലും എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ചെയ്യണം. കാണാലോ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് കണ്ണിന്റെ പുറത്തും ഒക്കെ നമുക്ക് ചെയ്യാം. നന്നായിട്ട് കണ്ണിന്റെ മുകളിലേക്ക് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ചെയ്യുക. കണ്ണിന് നല്ല മസാജ് കൊടുക്കുക. കണ്ണിന്റെ മുകളിലേക്കും ചെയ്യുക. ഇട്ടത്ത് റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുക. അതുപോലെ നെറ്റിക്കകത്ത് ചെയ്യുക. എത്ര നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും മസാജിന്റെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. മസാജ് നിങ്ങൾ കൂടുതൽ സമയം തന്നെ ചെയ്യണം. ഒരുപാട് പ്രസ് ചെയ്ത് ചെയ്യേണ്ട, ആ ഒരു മീഡിയം ടൈപ്പില്. ഞാന് പെട്ടെന്ന് ചെയ്യുകയാണ്. കഴുത്തും നിങ്ങൾ ചെയ്യണം. എപ്പൊ എന്ത് ചെയ്താലും കഴുത്തിലും കൂടെ ചെയ്യണം.
കഴുത്തിൽ നല്ലൊരു മസാജ് കൊടുക്കണം. ഇപ്പൊ ഞാൻ കഴുത്തിൽ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. വേഗം അങ്ങ് മസാജ് ചെയ്തിട്ട് നിങ്ങളത് കുറച്ച് സമയം, കൂടുതൽ സമയം എടുത്ത് നന്നായിട്ട് ചെയ്യാം. മസാജിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ഇതിലിട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്യണം. പിന്നെ ഇതിപ്പോ ക്ലീൻ ചെയ്തില്ലേലും കുഴപ്പമില്ല, ഞാനിപ്പോ അത് തുടയ്ക്കുന്നേ ഉള്ളൂ. തുടയ്ക്കാതെ തന്നെ നമുക്ക് ഇതിന്റെ പാക്ക് ഉപയോഗിക്കാം. ഓരോ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴും അതിന്റെ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. തൈരിന്റെ ഗുണം നിങ്ങൾക്ക് അറിയാമല്ലോ. സ്കിൻ ഗ്ലോയ്ക്ക് തൈര് മാത്രം ഉപയോഗിച്ചാൽ മതി. തൈര് അതിന്റെ ടാൻ മാറാനും ചുളിവ് മാറാനും നല്ല ഗ്ലേസിങ് ആയിട്ട് നമുക്ക് സ്കിൻ എപ്പോഴും നല്ലൊരു ഓയിലി കണ്ടന്റ് ആയിട്ട് ഇരിക്കും. മാത്രം ചെയ്താലും നല്ല ഗുണമാണ്. ഇനി അടുത്തത് നമുക്ക് സമയം കളയാതെ പാക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇത് ഉപയോഗിച്ചേക്കാം. അതിന് നമ്മൾ ചെയ്യുന്നത് തക്കാളിയാണ്. തക്കാളി എടുക്കുന്നത്, തക്കാളി ജ്യൂസ്, തൈര് ഒഴിക്കുന്നത്. തക്കാളിയും തൈരും കൂടാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഞാൻ ആ ക്രീം എടുത്തതിന്റെ അത് തന്നെ ഒഴിച്ചാൽ മതിയായിരുന്നു. ഞാൻ കുറച്ച് ഒഴിച്ചത് തക്കാളി ഇതുവാണല്ലോ, തൈരാണിത്. തക്കാളി തൈര്, പിന്നെ അതിനോടൊപ്പം നമ്മുടെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന അരിപ്പൊടി. സ്കിൻ ടൈറ്റ് ആകാൻ വളരെ നല്ലതാണ്. അരിപ്പൊടിയുടെ ഒരുപാട് ഫേഷ്യലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. സ്കിൻ ടൈറ്റ് ആകും, ഗ്ലോ കിട്ടും, നല്ല യങ്ങായിട്ടിരിക്കാൻ നമുക്ക് നല്ലതാണ്. അപ്പം അരിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ പാക്ക് എപ്പം പാക്ക് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ടൈറ്റ് ആകാനുള്ള ഒരു കണ്ടന്റ് അതിനകത്ത് നമുക്ക് ചേർക്കണം, എന്നാലേ സ്കിൻ ടൈറ്റ് ആകത്തുള്ളൂ. ഇനി എന്റെ കയ്യിൽ ഒരു ഇതുണ്ട്, വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ടായത് കൊണ്ട് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. 1 or 2 ഒക്കെ ചേർക്കാം. എന്റെ ഇത് ഒരെണ്ണം ഉണ്ടായത് കൊണ്ട്, എന്തായാലും പാക്ക് ഇടുവല്ലേ, ഫേസ് ഇടാനല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തക്കാളിയുടെ ജ്യൂസും തൈരും അരിപ്പൊടി. ഇപ്പം അരിപ്പൊടി ഇല്ല, കടലമാവാണെങ്കിൽ അത് ചേർക്കാം, എന്ത് മാവ് ഇത് വേണമെങ്കിലും ചേർക്കാം, ഗോതമ്പ് മാവ് വേണമെങ്കിലും ചേർക്കാം. പക്ഷെ കൂടുതൽ ഞാൻ നോക്കിയിട്ട് കൂടുതൽ എഫക്റ്റ് അരിപ്പൊടിക്കാണ്. അരിപ്പൊടിയാണ് കൂടുതൽ നമ്മൾ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന സ്കിൻ. ഇനി അതിടാം. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന് സ്ഥിരം ചെയ്യാവുന്ന ഒരു കാര്യം. ഇത് 3 കൂടെ ചെയ്യുവാണെങ്കിൽ ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം ചെയ്താൽ മതി. ഓരോന്നോരോന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ചെയ്യാം. മസാജിങ് ആണെങ്കിൽ ഒരു ആഴ്ചയിൽ 3 ദിവസമൊക്കെ ചെയ്താൽ മതി. വളരെ നല്ലതാണ്. നിങ്ങൾ 3 കൂടെ സെറ്റായിട്ട് ഒരുമിച്ച് ചെയ്യും. അപ്പൊ നമുക്ക് ചേച്ചി കൂടെ അരിപ്പൊടി വേണമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, കുറച്ചും കൂടെ അരിപ്പൊടി വേണം. അപ്പൊ ടൈറ്റ് ആകുന്നതിന് വേണ്ടിയല്ലേ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒരുപാടങ്ങ് ലൂസാക്കി ചെയ്യരുത്. ഇതൊന്നും പൈസ കൊടുത്ത് വീട്ടിൽ നമുക്ക് അരിപ്പൊടിയൊക്കെ കാണത്തില്ലേ. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിൽ നമ്മള് പാചകത്തിന് മേടിച്ചു തരില്ലേ, അപ്പൊ അതൊക്കെ ചേർത്ത് കഴിച്ചാൽ മതി. അപ്പൊ നമുക്ക് പൈസ ചിലവൊന്നുമില്ല. കണ്ടോ, നല്ല പിങ്കിഷ് കളർ, റോസ് കളർ ആയിട്ട് നമ്മള് ഇടുക. നല്ല തണുപ്പ്, തൈര്, തക്കാളി ജ്യൂസ് എല്ലാം നല്ലതാണല്ലോ. സ്കിന്നിന് നല്ല കാര്യങ്ങളാണ് ഇതെല്ലാം ഇടുക. പിന്നെ അരിപ്പൊടി നല്ല ടൈറ്റ് ആവാൻ നല്ലതാണ്. കൊറിയൻകാരൊക്കെ ചെയ്യുന്ന അറിയാമല്ലോ, എല്ലാം അവര് റൈസിന്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എപ്പോഴും അവരുടെ സ്കിന്ന് ഗ്ലോ ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. റൈസ് ജ്യൂസ്, ഇപ്പൊ റൈസ് ജ്യൂസ് ഒക്കെ നിങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കയറി കാണണം. കൊറിയൻ ഫേഷ്യൽ എന്നും പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് അവര്. സ്കിൻ കെയർ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഉള്ളത് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കയറി കാണുക. ഒരുപാട് എത്ര നമ്മൾ പറഞ്ഞാലും ആൾക്കാർ ചോദിക്കുക, അയ്യോ ചുളിവിന്റെ എന്ത് അല്ല കവിള് വെക്കാനുള്ള, അത് ഞാൻ കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കവിളിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഋഷി യോഗ അക്കാഡമി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അത് കയറി കാണും. ഡെയിലി എനിക്ക് വരുന്ന മെസ്സേജാണ് കവിള് വെക്കുന്ന കാര്യം. അതിന്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതാണത്. അപ്പൊ അതൊക്കെ നിങ്ങൾ കയറി കാണുക.
കഴുത്തിന് നമ്മൾ ഫേസിലിടുന്ന എല്ലാ കഴുത്തിലും അപ്ലൈ ചെയ്യാം. കുറച്ച് കൂടുതലായത് ഇപ്പൊ ഇന്ന് ചെയ്ത് നമ്മളിത് മിക്സ് ചെയ്ത് ഇത്തിരി കൂടുതലാണെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം ഇത് ഉപയോഗിക്കാം. ഒരു 2-3 പ്രാവശ്യം, ഒരാഴ്ച കൂടുതൽ ഉപയോഗിക്കാം. ഒരാഴ്ച വരെ വെക്കാതിരിക്കുന്ന നല്ലൊരു 2-3 പ്രാവശ്യത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഈ പാക്കൊക്കെ നമുക്ക് ഡെയിലി ഇടുന്നെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല. ഡെയിലി നമ്മൾ ചെയ്യുന്ന മസാജിനും കുഴപ്പമില്ല. അപ്പൊ ഡെയിലി മസാജ് ചെയ്തില്ലെങ്കിലും ആഴ്ചയിൽ 2-3 പ്രാവശ്യം മസാജും ചെയ്യണം. അപ്പൊ ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരാമേ. ഇനി ഇതിപ്പോ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ക്ലീൻ ചെയ്യാം. കുറച്ചും കൂടെ വേണേ വെക്കാം, പക്ഷെ ഒരുപാട് സമയം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു മസാജ് ചെയ്ത് വേണം എപ്പോഴായാലും നമ്മൾ ഇത് ചെയ്യാൻ, ഒരു മസാജ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി നേരം വെക്കണം. ഒരു ശകലം നല്ല ഡ്രൈ ആയി ഒരു വലിച്ചിൽ വരണം. സ്കിൻ വലിച്ചിലായിട്ട് നമുക്ക് എടുക്കാം. മസാജ് ചെയ്യുക. എപ്പോഴും നമ്മൾ പാക്ക് എടുക്കുമ്പോൾ മസാജ് ചെയ്തെടുത്താൽ കുറച്ചും കൂടെ നല്ല വ്യത്യാസം കിട്ടും നമുക്ക്. വെറുതെ വെള്ളം ഒഴിച്ച് കഴുകുന്നതിനെക്കാട്ടി നല്ലത് മസാജ് ചെയ്ത് തന്നെ എടുക്കുക. ഇനി വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, അതില്ലെങ്കിലും ചെയ്യാം. പക്ഷെ അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. വളരെ വിലക്കുറവാണ്. ഒരു പാക്കറ്റ്, ഒരു സ്ലിപ്പ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ചേർക്കുന്നത് നല്ലതാണ്. നമുക്ക് ക്ലീൻ ചെയ്യാം. തോടെ കഴുത്തിലൊക്കെ ഇരിപ്പുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്യണേ. നല്ല വൃത്തിയായിട്ട് കഴുകി ഞാൻ പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തോളാം. കുറച്ചേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. നല്ല വ്യത്യാസം അല്ലേ? നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതെല്ലാം തുടച്ചു കഴിഞ്ഞ ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം ഫേസ്. എന്നിട്ട് ടവൽ വെച്ച് തുടച്ചാൽ മതി. കഴുത്തൊക്കെ നന്നായിട്ട് പിന്നെ ക്ലീൻ ചെയ്തോളാം. വ്യത്യാസം ഉണ്ടല്ലോ, നല്ല വ്യത്യാസം ഉണ്ട്. നിനക്ക് തോന്നുന്നുണ്ടല്ലോ, നല്ല ക്ലീൻ ആവും. ഈ പാക്ക് നമുക്ക് നിങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് അധികം വന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 3-4 ദിവസം നമുക്ക് ഉപയോഗിക്കാം. നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ എടുത്ത് അങ്ങ് ഉപയോഗിച്ചാൽ നല്ലൊരു തണുപ്പുമാണ്. സ്കിന്നിന് വളരെ നല്ല. അപ്പൊ എപ്പോഴും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഈ പാക്ക്. അതുപോലെ തന്നെ തക്കാളി നമുക്ക് ജ്യൂസ് ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പൊ പിന്നെ വളരെ എളുപ്പമാണല്ലോ, ഡെയിലി എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈരുമായിട്ട് എടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കി ഡെയിലി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ പാക്ക് വളരെ നല്ലതാണ്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ സ്ക്രബ് അറിയാമല്ലോ, സ്ക്രബ് മാത്രം ചെയ്യാം, മസാജിങ് മാത്രം ചെയ്യാം, പാക്ക് മാത്രം ചെയ്യാം, പിന്നെ 3ഉം കൂടെ ഒരുമിച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുക. എല്ലാവരും ചെയ്ത് ഇതിന്റെ റിസൾട്ട് കമന്റ് ബോക്സിൽ ഇടണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇടയ്ക്ക് എവിടെങ്കിലും ഒന്ന് പെട്ടെന്ന് പോകണമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ഫേഷ്യൽ ചെയ്ത് പോകാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.